അർജന്റീന ടീമും ലയണൽ മെസ്സിയും കേരളത്തിൽ വരാത്തതിന് സത്യമായി പറഞ്ഞാൽ ഒരു കാരണമേ ഉള്ളൂ. സ്പോൺസർമാർ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സംശയം തോന്നും, സ്പോൺസർമാർ കേരളത്തിൽ തന്നെയല്ലേ എന്ന്. അർജന്റീന ടീമിന്റെ ഏഷ്യയിലെ സ്പോൺസർ HSBC ബാങ്കാണ്. അതിൽ കേരളത്തിലുള്ള ആരുമില്ല. അവർ നൽകുന്ന ഉപകരാർ ഏറ്റെടുക്കാനാണ് ഇവിടെ നിന്നും ശ്രമമുണ്ടായത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും HSBCയുമായുള്ള കരാർ അനുസരിച്ച് 2 മാസങ്ങൾ അനുവദിച്ചു നൽകി. ഈ ഒക്ടോബറിലും 2026 ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിലും 2 പ്രദർശന മത്സരം വീതമെന്നാണ് ആ കരാർ. HSBC കരാർ ഒപ്പിട്ട ശേഷം ആദ്യം പ്രഖ്യാപിച്ചത് ഒക്ടോബറിൽ ഇന്ത്യയിലേക്കും ജനുവരിയിൽ സിംഗപ്പൂരിലേക്കും എന്നാണ്. ഒക്ടോബറിലെ കരാറിന് സമയത്ത് പണമയക്കാൻ കേരളത്തിലെ ഉപകരാറുകാർക്ക് കഴിഞ്ഞില്ല. അവിടെ കയറിക്കളിച്ച് ചൈന കരാർ സ്വന്തമാക്കി. ഈ സാഹചര്യത്തിലാണ് 2026 ജനുവരിയിലോ ഫെബ്രുവരിയിലോ കേരളത്തിലേക്ക് അയക്കാമെന്ന് HSBC പറഞ്ഞത്. സിംഗപ്പൂരിന് അനുവദിച്ചിരിക്കുന്ന 2 മത്സരങ്ങളിൽ 1 സിംഗപ്പൂരിലും 1 കൊച്ചിയിലും ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. ഒക്ടോബറിലല്ലാതെ മറ്റൊരു സമയവും വേണ്ടെന്ന് കേരളത്തിലെ ഉപസ്പോൺസർമാർ നിലപാടെടുത്തു. അങ്ങനെ കരാർ ആവിയായി. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുകയാണ്. മെസ്സി അറിഞ്ഞിട്ടുണ്ടോ കേരളത്തെ പറ്റിച്ച കഥ? മെസ്സിയുടെയും അർജന്റീനയുടെയും ഏഷ്യ സന്ദർശനമൊക്കെ മുൻകാലത്തും പറ്റിപ്പ് നിറഞ്ഞതായിരുന്നു. 2017 സിംഗപ്പൂരിൽ വന്നിരുന്നു. അന്ന് 2 പ്രദർശന മത്സരം കളിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. വിമാനമിറങ്ങിയ ശേഷം ഏറെ വൈകാതെ മെസ്സി മടങ്ങി. കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരി ആന്റനേലയുമായുള്ള വിവാഹം ഉടനെ നടത്താൻ തീരുമാനിച്ചതായിരുന്നു കാരണം. 2 കുട്ടികളുണ്ടായ ശേഷം നടന്ന ആ വിവാഹത്തിനായി സിംഗപ്പൂരിലെ മത്സരം ഉപേക്ഷിച്ചത് സ്പോൺസർമാർക്ക് വലിയ നഷ്ടമുണ്ടാക്കി. മെസ്സി ചതിച്ചു എന്ന് സിംഗപ്പൂരിൽ എങ്ങും ബാനറുകളും ഉയർന്നു. അതുപോലെ തന്നെ സമീപകാലത്തും ഒരു അനുഭവം ഉണ്ടായി. ഹോങ്കോങ്ങിൽ ഇന്റർ മിയാമിയുടെ സൗഹൃദ മത്സരം വന്നപ്പോഴും ഇതുതന്നെയായിരുന്നു സ്ഥിതി. മെസ്സി സൈഡ് ബെഞ്ചിൽ ഇരുന്നതേയുള്ളൂ. അത് വലിയ വിവാദത്തിനും കാരണമായി. ആരാധകർ പണം തിരികെ ചോദിച്ച് ബഹളം വെച്ചു. പോലീസ് ഇടപെട്ട് കഷ്ടപ്പെട്ടാണ് ആ വലിയ സംഘർഷാവസ്ഥ ഒഴിവാക്കിയെടുത്തത് പോലും. സത്യത്തിൽ മെസ്സിക്ക് ഈ കരാറുകളിലൊക്കെ അപ്പിയറൻസ് ഫീ മാത്രമാണുള്ളത്. പ്രത്യക്ഷപ്പെടും എന്നല്ലാതെ കളിക്കുമെന്ന് ഒരു കരാറിലും പറയുന്നില്ല. വന്നാൽ കളിക്കണോ എന്നത് മെസ്സിയുടെ വ്യക്തിപരമായ തീരുമാനവുമാണ്. കൊച്ചിയിൽ ഇനി മെസ്സി വന്നാലും മൈതാനത്തിറങ്ങുന്നത് കാണാൻ നല്ല സമയം നോക്കേണ്ടി വരും. ഇവിടെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കരാറിന് പുറത്തു നടക്കുന്ന ചർച്ചകളൊന്നും മെസ്സിയോ അർജന്റീന അസോസിയേഷനോ അറിയുന്നില്ല എന്നുള്ളതാണ്. HSBCയുമായുള്ള അർജന്റീനയുടെ കരാർ ഏഷ്യയിൽ 4 മത്സരങ്ങൾക്ക് മാത്രമാണ്. അത് എവിടെ നടത്തണം എന്ന് അന്തിമമായി തീരുമാനിക്കുന്നത് HSBCയാണ്. അതിൽ സ്പോൺസർഷിപ്പ് തുകയും അതുപോലെ തീയതിയും പരിപാടികളുടെ ദൈർഘ്യവും ഒക്കെയും HSBC തന്നെയാണ് തയ്യാറാക്കുന്നത്. ഈ HSBCയുമായാണ് കേരളത്തിലെ കരാറുകാർ ചർച്ച നടത്തിയത്. സ്പോൺസർമാർ വേദി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിന് അന്തിമമായി അർജന്റീന ടീമിന്റെ അനുമതി വാങ്ങണം. ഈ ഘട്ടത്തിൽ മാത്രമാണ് അർജന്റീന ഫുട്ബോൾ ടീമിന്റെ ഇടപെടലുള്ളത്. യഥാർത്ഥത്തിൽ HSBCയുമായുള്ള കരാർ സമയത്ത് ഒപ്പിടാൻ കഴിയാത്തതാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കിയത്. ആദ്യഘട്ടത്തിൽ 100 കോടി രൂപയാണ് ചിലവ് പറഞ്ഞതെങ്കിൽ പിന്നീട് 130 കോടി രൂപയായി. ആദ്യം കണ്ടെത്തിയ സ്പോൺസർമാർ ഇതോടെ പിന്മാറി. രണ്ടാമതെത്തിയ സ്പോൺസർമാർക്ക് സമയത്ത് പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് പണം അയച്ചപ്പോഴേക്കും ചൈനയുമായുള്ള കരാർ പൂർത്തിയായിരുന്നു. ഇതാണ് കേരളമാണ് കരാർ ലംഘിച്ചത് എന്ന് പറയാനുള്ള കാരണം. ശരിക്കും കേരളം എന്ന് പറഞ്ഞാലും കേരളത്തിൽ കൊണ്ടുവരാനിരുന്ന സ്പോൺസർ എന്നാണ് ഇവിടെ അർത്ഥം. ഇവിടെ പണം കണ്ടെത്തിയ സ്ഥിതിക്ക് ജനുവരിയിലോ ഫെബ്രുവരിയിലോ കേരളത്തിൽ വരാമെന്ന് HSBC അറിയിച്ചു. ശരിക്കും സിംഗപ്പൂരുമായാണ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ എത്താമെന്ന് ആദ്യം അറിയിച്ചിരുന്നത്. ഈ 2 മത്സരങ്ങളിൽ 1 സിംഗപ്പൂരിലും 1 കൊച്ചിയിലും നടത്താമെന്നാണ് HSBC മുന്നോട്ട് വച്ച നിർദ്ദേശം. അതാണ് സ്വീകാര്യമല്ലെന്ന് ഇവിടുത്തെ സ്പോൺസർമാർ അറിയിച്ചത്. കൊച്ചിയിൽ വരേണ്ടിയിരുന്ന കളികൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. അമേരിക്കയുമായി ഖത്തറിൽ കളിക്കാൻ വേറെ കരാർ നേരത്തെ ഉണ്ടാക്കിയിരുന്നു. ഏഷ്യയിലെ കളികൾക്കുള്ള HSBC കരാർ ഒക്ടോബറിലാണ്. ആ കരാർ അനുസരിച്ച് 2 മത്സരങ്ങളാണുള്ളത്. 2 നടക്കുന്നത് ചൈനയിലാണ്. ചൈനയിലെ ആദ്യത്തെ കളിയിൽ ചൈന തന്നെയായിരിക്കും എതിരാളികൾ. രണ്ടാമത്തെ മത്സരത്തിനുള്ള എതിരാളികളെ അന്തിമമായി ഇനിയും തീരുമാനിച്ചിട്ടില്ല. അത് റഷ്യയോ ജപ്പാനോ ദക്ഷിണ കൊറിയയോ ആകാം. ഈ 3 രാജ്യങ്ങളുമായാണ് ചർച്ചകൾ നടക്കുന്നത്. ഒരു കാര്യം വ്യക്തമായി, ഒക്ടോബറിൽ ഏതായാലും അർജന്റീന ടീം ഇന്ത്യയിലേക്ക് വരത്തില്ല. ഒക്ടോബറിലാണെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് വാശി പിടിച്ചാൽ ആ വരവ് തന്നെ ഇല്ലാതാകും എന്നാണ് അർത്ഥം.
നവംബറിൽ 2 കളികളാണ് അർജന്റീന കളിക്കുക. ആദ്യത്തേത് അങ്കോളയിലാണ്. അങ്കോളയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള മത്സരമാണത്. രണ്ടാമത്തെ കളി അമേരിക്കയുമായാണ്. അത് അമേരിക്കയിലല്ല നടക്കുന്നത്. ഖത്തറിലെ ലുസൈൻ സ്റ്റേഡിയത്തിലാണ് അമേരിക്കയെ നേരിടുക. ഇവിടെ കേരളത്തിന് മുൻപിലുള്ള ഏക സാധ്യത അടുത്ത ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഒരു ദിവസം എന്നതാണ്. സിംഗപ്പൂരിന് അനുവദിച്ചു കഴിഞ്ഞ ആ ദിവസങ്ങളിൽ ഒന്ന് പകുത്തു നൽകാമെന്നാണ് ഇപ്പോൾ HSBC പറയുന്നത്. ഇവിടെ തന്ത്രപ്രധാനമായ ഒരു ചോദ്യമുണ്ട്. 130 കോടി രൂപ മുടക്കി ലയണൽ മെസ്സിയെയും അർജന്റീനയെയും കൊണ്ടുവന്നാൽ എന്താണ് നേട്ടം എന്നതാണത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്ക് പോലും നിറയുന്ന കൊച്ചി സ്റ്റേഡിയം അർജന്റീന വന്നാൽ കവിയുമെന്നതിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ടുള്ള വരുമാനം മൊത്തം ചെലവിന്റെ 1% പോലും തികയത്തില്ല. സ്റ്റേഡിയത്തിൽ നടത്തുന്ന മറ്റ് അരങ്ങുകൾക്കുള്ള ഉപസ്പോൺസർഷിപ്പുകൾ വഴി 10% സംഘടിപ്പിക്കാൻ കഴിഞ്ഞേക്കും. സന്ദർശനത്തിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് കരാർ വഴി പകുതി തുകയും നേടിയെടുക്കാൻ സാധിക്കും. കേരളം പോലൊരു നാട്ടിൽ ഇതിനപ്പുറമുള്ള വിൽപ്പന സാധ്യതകൾ ഇല്ല എന്നതാണ് വസ്തുത. അവിടെ 130 കോടി രൂപയുടെ കരാർ നഷ്ടക്കച്ചവടമാണെന്നറിഞ്ഞുള്ള പിന്മാറ്റമാണോ നടന്നത്? സമയത്ത് സ്പോൺസർമാരെ കണ്ടെത്താൻ കഴിയാത്തതും സമയത്ത് പണം കൈമാറാൻ കഴിയാത്തതുമല്ലേ യഥാർത്ഥ വീഴ്ച? 130 കോടി രൂപ മുടക്കി മെസ്സിയെ എത്തിക്കാൻ കഴിയില്ല എന്നറിഞ്ഞു തന്നെയല്ലേ ഇവിടെ അരങ്ങൊരുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്? ഈ കരാറിനെ കുറിച്ച് സംസ്ഥാന കായിക മന്ത്രിക്കെതിരെ ഇനിയും ചോദ്യങ്ങൾ ഉയരും. കാരണം ഇങ്ങനെയൊന്ന് വരാനുണ്ടെന്ന് ആവർത്തിച്ചു പറഞ്ഞത് കായിക മന്ത്രിയാണ്. ഇവിടുത്തെ കായിക പ്രേമികൾ വിശ്വസിച്ചതും ആ വാക്കാണ്. സ്പോൺസർമാരുടെ കാര്യമൊക്കെ മന്ത്രിയും സർക്കാരും നോക്കിയാൽ മതി. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ ഇതേ സമയം.